അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിത്രമായ അസ്മാഉൽ ഹുസ്നയിലെ മൂന്നാമത്തെ ഇസ്മായ യാ റഹീമു ജല്ല ജലാലൂ എന്നതാണ് നമുക്ക് ചൊല്ലാനുള്ളത്. കരുണാനിധിയായ അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ വാക്കർത്ഥം. വിശദീകരിക്കുകയാണെങ്കിൽ, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട ആളുകൾക്ക് ആഖിറത്തിൽ ഗുണം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് ആഖിറത്തിൽ അള്ളാഹു തആല സ്വർഗം കൊടുക്കുന്നതാണ് എന്നാണ് റഹീം എന്ന പദത്തിൻ്റെ അർത്ഥം. ഈ ഇസ്മ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മാർദ്ദവമുള്ള ദയയുള്ള ഹൃദയമായി അവൻ്റെ മാറുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങേ അറ്റത്തെ ദയയും കാരുണ്യവുമൊക്കെ നമ്മുടെ മനസ്സിലേക്കും കുറച്ചൊക്കെ കടന്നു വരും എന്ന് ചുരുക്കം. അതുപോലെ തന്നെ ഓരോ ദിവസവും 500 തവണ ഇത് പതിവാക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയുമെന്ന 500 തവണ യാ റഹീമു ജല്ല ജലാലു അല്ലെങ്കിൽ യാ റഹീമു യാ അല്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ നമ്മളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചുറ്റുപാട് ഉണ്ടായി വരുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ അസ്മാഉൽ ഹുസ്നയുടെയും ഈ ഇസ്മിൻ്റെയും എല്ലാവിധ ഗുണങ്ങളും ലഭിച്ചവരിൽ നാമേവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.